ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വീട്ടുകാരും നാട്ടുകാരൊക്കെ കേട്ടാലേ എന്ത് വിചാരിക്കും? ഞാൻ വിളിക്കില്ല. എനിക്ക് മാഡത്തിനോടുള്ള റെസ്പെക്ട് എന്താണെന്ന് മാഡത്തിന് അറിയില്ല. അതാ. രാജു, ഇനി മുതൽ എന്നോട് ഇങ്ങനെ രാജു റെസ്പെക്ട് ഒന്നും കാണിക്കണ്ട. ഞാൻ രാജുവിനോട് റെസ്പെക്ട് കാണിച്ചോളാം. ഋതിക മാഡത്തിന് ഇത് എന്ത് പറ്റി? ഇന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ഒത്തിരി കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. എന്ത് കാര്യങ്ങള്? ഭാവി കാര്യങ്ങള്. കുടുംബവും കുട്ടികളും ഒക്കെ ആവുന്നതിന് മുൻപ് നമ്മൾ പരസ്പരം ഹൃദയം തുറക്കണം. രണ്ടു പേരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ അന്യോന്യം പറഞ്ഞ് എഗ്രിമെന്റ് ചെയ്യണം. ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ അങ്ങനെ തന്നെ വേണം. ഭാര്യ ഭർത്താക്കന്മാരോ? എന്താ രാജു ഷോക്കേറ്റതുപോലെ? അച്ഛനൊന്നും പറഞ്ഞില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കോ? അതെന്താ സാർ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ അനുസരിക്കും. എന്ത് കാര്യം പറഞ്ഞാലും നീ അനുസരിക്കോ? എന്ത് കാര്യം പറഞ്ഞാലും അനുസരിക്കും. അപ്പോ നമുക്കിതങ്ങ് ഉറപ്പിക്കാം. അത് ശരി. അപ്പോ വർമ്മ സാറ് കല്യാണം ഉറപ്പിക്കുമായിരുന്നോ? ദൈവമേ. എന്താ രാജു, എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ ഭാവിച്ച് എന്നെ ഫൂളാക്കുവാണോ? രണ്ടച്ഛന്മാരും കൂടി നമ്മുടെ കല്യാണം ഉറപ്പിച്ചത് അറിയാത്തതുപോലെ. അച്ഛൻ പറഞ്ഞല്ലോ രാജു കല്യാണത്തിന് സമ്മതിച്ചെന്ന്. മാഡം സോറി. വർമ്മ സാറ് ചോദിച്ചു ഞാൻ എന്ത് പറഞ്ഞാലും രാജു അനുസരിക്കുമെന്ന്. ഞാൻ അനുസരിക്കാന്ന് പറഞ്ഞു. അതിങ്ങനെ മാഡത്തെ കല്യാണം കഴിക്കാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഐ ആം എക്സ്ട്രീംലി സോറി മാഡം. രാജു പറഞ്ഞു വരുന്നത് ഋതിക മാഡം എന്നോട് ക്ഷമിക്കണം. ഈ കല്യാണം നടക്കില്ല.